കളിപ്പാട്ടമുണ്ടാക്കും വിദ്യയ്ക്കമിത പ്രശംസയും ഡോക്ടറേറ്റും ലഭിച്ചവൻ. നിച്ചലും ചപ്പാത്തിയാൽ ചെകിടിച്ചല്ലോ ചിത്തം, കൊച്ചതിക്കിരാഴിച്ചോറുണ്ണുവാൻ കൊതിക്കുന്നു. അങ്ങു ചെല്ലുമ്പോൾ കൃഷിക്കാലമാണപ്പൻ ചേറാൽ മഞ്ഞ പൂശിയ കച്ചമുണ്ടുടുത്തുത്സാഹത്താൽ വർണ്ണനാൽ തോട്ടിൽ നിന്നു തിരിച്ച വെള്ളമെത്തും ഞങ്ങൾ തൻ വീട്ടിൻ താഴത്തുള്ളതാം കരപ്പാടം. 8-10 കാളയൊത്തുഴുതു കേറുന്നതിനട്ടഹാസം ദൂരെ നിന്നുമെൻ കാതിൽ തട്ടും. പെട്ടിയും ചുമപ്പിച്ചു ചെല്ലുമെന്നെ കാണുമ്പോൾ 8-10 കാളയും ഉഴവു നിർത്തും. നിന്നാൽ ചുണ്ടത്തു കുത്തും ചിരി ചിരിക്കാതപ്പൻ ചൊല്ലും, കണ്ടത്തിൽ നിന്നും കൊണ്ടു തന്നെ നീ എപ്പോൾ പോന്നു? മെല്ലവേ വിളയാടി കുത്തുവാൻ തൈ കാഞ്ഞിരച്ചില്ലകളൊടിച്ചും കൊണ്ടെത്തുമെന്നനുജനോ കാണുമ്പോൾ കുതിച്ചോടും. ഇടയ്ക്കു വീട്ടിൽ കേൾപ്പാനാണവൻ വിളിച്ചോതും, കൊച്ചേട്ടൻ വരുന്നമ്മേ. വിത്തുകൾ വച്ചിട്ടുള്ള കുട്ടയിൽ തട്ടാതെ കണ്ടിത്തിരിപ്പണിപ്പെട്ട വരമ്പോരോന്നും താണ്ടി ആവൂ ഞാൻ വീട്ടിൽ ചെന്നു കേറുമ്പോൾ പാകത്തിനു വേവു നോക്കി എന്നമ്മ അരിവാർക്കുകയാവും. ഒന്നു നീ വേഗം കൂട്ടി ഓടുമോ വണ്ടി, വീട്ടിൽ ചെന്നു ഞാനെൻ സംതൃപ്തി അത്രയും ഭുജിക്കട്ടെ. അക്കര റോട്ടിൽ വണ്ടി നിൽക്കയായി വലത്തോട്ടു നോക്കിയാൽ കാണാമൂലമേഞ്ഞ വീടകലത്തിൽ. ഞാനന്നു പോവും കാലത്തിപ്പോഴോ മരം കൊണ്ടു യാതൊന്നുമാകാ കാൺമാൻ നാടെത്ര മാറിപ്പോയി. മൂടനും വെള്ളാരനും വിതയ്ക്കും മുണ്ടൻ തടത്തിലൂടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നപ്പോൾ എന്നെക്കാളിരട്ടിയായി പൊങ്ങിയ റബ്ബർ തൈകൾ മുന്നിലൻ വഴി തെറ്റിച്ചങ്ങനെ നിരക്കുന്നു. കാളപൂട്ടിടുമൊച്ച കേൾക്കുവാനില്ല, താഴത്താളനക്കവുമില്ല. നോക്കുമ്പോൾ വയലെല്ലാം നിരത്തി കമുകിൻ തൈ വച്ചിരിക്കുന്നു. മൂലയ്ക്കരികിൽ ചോലപ്പറ്റിൽ നിറയെ പൊങ്ങില്യവും. ചെന്നു കേറി ഞാൻ വീട്ടിൽ തെക്കിനിക്കങ്ങേ പുറം നിന്നുകൊണ്ടപ്പൻ റബ്ബർ ഷീറ്റടിച്ചിടും യന്ത്രം ഒന്നുറപ്പിക്കും വേല നോക്കി കാൺകയാണാഹാ. നന്നു നന്നെൻ താതന്റെ മുഖമെത്ര സംതൃപ്തം.